തൊടുപുഴയിൽ 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ അരുൺ ആനന്ദിന്റെ പേരിൽ കൊലപാതകം ഉൾപ്പെടെ മറ്റു പല കേസുകളും നിലവിലുണ്ടെന്ന് ഇടുക്കി SP KB വേണുഗോപാൽ IPS. കുട്ടികളെ ശാരീരികമായും മാനസികമായും മാത്രമല്ല ലൈംഗികമായും ദുരുപയോഗം ചെയ്തിരുന്നുവെന്നും പ്രതിയുടെ പേരിൽ പോക്സോ കുറ്റം ചുമത്തി കേസെടുക്കുമെന്നും SP പറഞ്ഞു. തൊടുപുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏകദേശം തെളിവുകളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു. ഇനിയും ശാസ്ത്രീയപരമായിട്ടുള്ള മറ്റ് ഈ ഒരു കേസിൽ എങ്ങനെയാണ് തെളിവ് ശേഖരണം? ഇളയ കുട്ടിയുടെയും അമ്മയുടെയും ഭൂമിക്കപ്പുറം എങ്ങനെയാണ് തെളിവ്? അല്ലാതെ തന്നെ നമുക്ക് ശാസ്ത്രീയപരമായ ഒത്തിരി തെളിവുകൾ സീൻ ഓഫ് ക്രൈമിൽ നിന്ന് കിട്ടുന്നുണ്ട്, സാഹചര്യങ്ങളുണ്ട്, എല്ലാം കണക്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു എവിഡൻസുകളുണ്ട്. ഈ പ്രതി കുറ്റസമ്മതം മാത്രമല്ല, പ്രതിയും കുറ്റസമ്മതം തന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ശാസ്ത്രീയപരമായിട്ടുള്ള ഒത്തിരി തെളിവുകൾ നമുക്ക് സീൻ ഓഫ് ക്രൈമിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. സയൻറ്റിഫിക് എക്സ്പേർട്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇതുമായിട്ട് മറ്റുള്ള സാക്ഷികളുടെ നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. നല്ല ടിപ്പിക്കലായിട്ടുള്ള ഒരു കേസാണത്. നല്ല രീതിയിൽ പ്രോസിക്യൂഷൻ ചെയ്യാൻ പറ്റും. ഈ ഇളയ കുട്ടിയെ മർദ്ദിച്ചതിന് വേറെ കേസ്? ഇളയ കുട്ടിയെ മർദ്ദിച്ചതിന് ഇപ്പോൾ ഇനിയിപ്പോൾ ഇളയ കുട്ടീനെ ഇപ്പോൾ ഡീറ്റെയിൽഡായിട്ട് അവരുടെ പാരൻസ്, ഇപ്പോഴത്തെ ഗാർഡിയൻസിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളൊന്ന് ചോദിക്കേണ്ടതാണ്. ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അവരുടെ സഹായത്തോടുകൂടി തന്നെ നമ്മളിത് ചെയ്യും. ആസൂത്രണം ഈ ഒരു മർദ്ദനത്തിന് പുറകിലുണ്ടോ? മർദ്ദനമുണ്ട്. പ്രഷർ കുക്കർ എന്ന ഈ ക്രൈമിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണത്. ഈ ക്രൈമിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം അല്ലാതെ രീതിയിലുള്ള ബ്രൂട്ടാലിറ്റിയാണ് കാണിച്ചത്. മഴു അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആ മഴുവിനെ പറ്റി നമ്മൾ ഇയാളുടെ കയ്യിൽ ഒത്തിരി ആയുധങ്ങളൊക്കെ ഉണ്ട്. നോക്കണേ ആയുധമായിട്ട് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഒത്തിരി റൂമുകളിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വർക്കൗട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. മഴു ഇദ്ദേഹത്തിന് കുറച്ച് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു മർഡർ കേസിൽ ഓൾറെഡി ഇൻവോൾവ് ആണ്. അതുകൂടാതെ തന്നെ ഹർട്ട് കേസിൽ പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിനു മുമ്പൊരു മാരേജ് നടത്തിയിരുന്നു, അത് ഡിവോഴ്സ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല ഒരു ട്രാക്കുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം. പിന്നെ വാങ്ങിക്കില്ല. ഇപ്പം ഇനീഷ്യലായിട്ട് നമ്മളിപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ ആവശ്യത്തിന്, കേസിൻ്റെ ആവശ്യത്തിന് നമ്മൾ ഇനി വേറൊരു കേസ് കൂടി എടുക്കണം. അദ്ദേഹം മറ്റുള്ള ഈ കുട്ടീനെ തന്നെ സെക്ഷനായിട്ടൊന്ന് ഹറാസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഒരു ഇതോടുകൂടി തന്നെ നമ്മൾ ഇനി വേറെ കേസ് കൂടി എടുക്കേണ്ടതാണ്. അത് തന്നെ ഇപ്പോൾ ഇതായിട്ട് അത് പോക്സോ കേസ് സെപ്പറേറ്റ് വരും. നിലവിൽ ഏതൊക്കെ വകുപ്പുകളാണ് സാറേ? നിലവിലിപ്പോൾ 307 JJ ആക്ട് ആണ് ഇതിനകത്ത്. ഈ കുട്ടിയുടെ അമ്മയുടെ പേരിൽ കേസ്? അമ്മയുടെ പേരിൽ കേസ് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇൻവോൾവ്മെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പരിശോധിക്കുന്നത് 164 എടുക്കണം. ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നത്. ആദ്യം ഈ പ്രതിയെ ഭയമായതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് അത് അത്ര അനുകൂലമായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. അപ്പോൾ നമ്മൾ അതിനൊരു 164 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ലൈംഗികമായിട്ട് പീഡനത്തിന് ഈ കൊച്ചിന്റെ പെനിസ് എന്ന് നമ്മൾ നോക്കിയാൽ ഒരു ചെറിയ ഇതൊക്കെ കാണുന്നുണ്ട്. ഇപ്പം അപ്പോൾ അത് ഡീപ്പായിട്ട് നോക്കിയാൽ അദ്ദേഹം അങ്ങനത്തെ ഒരു ഹാബിറ്റ് കൂടി ഉള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. അത് അദ്ദേഹത്തിന് പെനിസ് എക്സാം ചെയ്തപ്പോൾ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷനും ഒരു വീക്കങ്ങളെന്നുള്ളതാണ്. അപ്പോൾ ഈ ചങ്ങാതിക്ക് ഇതിന് മുമ്പ് അങ്ങനത്തെ ചെറിയൊരു ഹാബിറ്റ് ഉള്ളതായിട്ട് മനസ്സിലായി. അപ്പോൾ അതിന് പ്രത്യേക കേസുണ്ട്. അവരിപ്പോൾ ഇവിടെ ഇല്ല. അതിൽ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്.
ഇടത്തരക്കാരിയാണ് ഇത് മുൻ ഭാര്യ. അവർ ഡിവോഴ്സ് വാങ്ങി ഇപ്പോൾ വേറെ മാരേജ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലാക്കി. പക്ഷേ ഇവരുമായിട്ട് കോണ്ടാക്ട് 8 വർഷം മുമ്പത്തെ ഡിവോഴ്സായി എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഡീപ്പായിട്ട് പോകുന്നു. അതായത് നല്ല ട്രാക്കുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം. മദ്യം കൂടാതെ ഇദ്ദേഹം കൊണ്ട് ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചിട്ടുണ്ട്. പറയാം.